ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് 2021 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഫസൽ അലി. ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇരുമ്പുരുക്ക് വ്യവസായമാണ്. മൂന്നാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭരണാധികാരി ആരാണ്? പഴശ്ശിരാജയാണ് പഴശ്ശിരാജ. ബ്രിട്ടീഷ് രേഖകളിൽ കൊട്ടിയോട്ട് രാജ എന്ന് വിശേഷിപ്പിക്കുന്ന ആരാണ്? പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? അലഹബാദ് ഹാൽഡിയ, NW1 അലഹബാദ് ഹാൽഡിയയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത ഏതാണ്? അലഹബാദ് ഹാൽഡിയ ഓപ്ഷൻ എ ആണ് ആൻസർ. അഞ്ചാമത്തത്, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരെല്ലാമാണ്? സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടിയാണ്. 1923 ജനുവരി 1 സ്വരാജ് പാർട്ടി സ്ഥാപിക്കുന്നത് ഓക്കെ. ആറാമത്തത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകെ വിസ്തൃതി എത്രയാണ്? 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഓർത്തിരിക്കുക, ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്തത്, ഏഴാമത്തത്, അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതീയ വനിത ആരാണ്? ടെസി തോമസ് അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ഭാരതീയ വനിതയാണ് ടെസി തോമസ് ആണ് ടെസി തോമസ്. അഗ്നികന്യ എന്നറിയപ്പെടുന്ന ഭാരതീയ വനിത ആരാ? അത് അഗ്നികന്യ ബീനാദാസ് ആണ് ബീനാദാസ്. അഗ്നികന്യ ബീനാദാസ്. അഗ്നിപുത്രി ആരാണ്? ടെസി തോമസ് എട്ടാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? കേരളത്തിൻ്റെ ഭാഗമല്ലാത്ത ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മരുപ്രദേശം. മരുഭൂമിയിലെ മരുപ്രദേശം. ഒൻപതാമത്തെ ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കുവാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ഓപ്ഷൻ ബി ബദ്ദൂങ് സമ്മേളനം ബദ്ദൂങ്. ഓപ്ഷൻ ബി ആണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബദ്ദൂങ് സമ്മേളനമാണ്. പത്താമത്തെ ചോദ്യം, സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപപ്പെട്ട കേരള കർണാടക ഭാഷയാണ് ബ്യാരി സമീപകാലത്ത് വാമൊഴിയിൽ നിന്നും വരമൊഴിയിലേക്ക് രൂപാന്തരപ്പെട്ട കേരള കർണാടക ഭാഷ ഏതാണ്? ബ്യാരിയാണ്. 11ാമത്തെ ചോദ്യം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവം. ഓപ്ഷൻ ബി ഫ്രഞ്ച് വിപ്ലവം. 12ാമത്തെ ചോദ്യം, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഇത്? ഓപ്ഷൻ എ ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണ്? ചിനൂക്കാണ്. ചിനൂക്ക്. 13ാമത്തെ ചോദ്യം, കാർഷിക കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിളകൾ താഴെ തന്നിരിക്കുന്നു. ഖാരിഫ് നെല്ല്, റാബി പരുത്തി, സൈദ് പഴവർഗ്ഗങ്ങൾ. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമാണ്? 1ഉം 3ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ ഖാരിഫ് നെല്ലാണ്. അതേപോലെ സൈദ് എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളുടെ ആ ഒരു കാലഘട്ടമാണ് സൈദ് വിള എന്ന് പറഞ്ഞാൽ പഴവർഗ്ഗങ്ങളും ഖാരിഫ് വിളകൾ നെല്ലിൽ ഉൾപ്പെടുന്നു. റാബി പരുത്തി തെറ്റാണ് ഓപ്ഷൻ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് 14ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നോട്ട് അച്ചടിക്കൽ, വായ്പ നിയന്ത്രിക്കൽ, സർക്കാരിൻ്റെ ബാങ്ക്, നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. ഇതിൽ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മത്തിൽ ഉൾപ്പെടുന്നതാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടുന്നത് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ 15ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതൊക്കെയെന്നാണ്? ഭിലായി ഒഡീഷ, ഭിലായി ഛത്തീസ്ഗഡ് ആണ് ഭിലായി. റൂർക്കല ഛത്തീസ്ഗഡ്, ദുർഗാപൂർ പശ്ചിമ ബംഗാൾ, ബൊക്കാറോ ജാർഖണ്ഡ്. ഭിലായി ഒഡീഷ എന്നാണ് ഇവിടെ തന്നേക്കുന്നത്. റൂർക്കല ഛത്തീസ്ഗഡ് എന്ന് തന്നേക്കുന്നു. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ശരിയാണ്. ബൊക്കാറോ ജാർഖണ്ഡ് അതും ശരിയാണ്. ഓപ്ഷൻ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ സി 3ഉം 4ഉമാണ് 16ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ നിരീക്ഷിക്കുക. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി.
രണ്ടാമത്തത് പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. 3 ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. പ്രസ്താവനകൾ നിരീക്ഷിച്ചിട്ട് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. മുകളിൽ തന്നിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 2, 3 കേട്ടോ. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ്സാണ് കൽക്കരി. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി. ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെടുന്ന കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായും കാണപ്പെടുന്നത്. ഇത് 3 ശരിയായ പ്രസ്താവന. 4 ശരിയല്ല. അപ്പോൾ 16ാമത്തത് ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. 17ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തുള്ള പ്രസ്താവനകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുള്ള മാറ്റങ്ങളിൽ പെടുന്നത് ഏവ? ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 2, 3 കേട്ടോ. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു. ഇതാണ് ആ ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായി വന്ന മാറ്റങ്ങളിൽ പെടുന്നത് കേട്ടോ. ഇറക്കുമതി ചുങ്കവും നികുതിയും കൂട്ടി എന്നുള്ളതില്ല കേട്ടോ. 18ാമത്തെ ചോദ്യം, 2020 ഏപ്രിൽ 1 നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. പഞ്ചാബ് നാഷണൽ ബാങ്കാണ് ഓപ്ഷൻ ബി. 19ാമത്തെ ചോദ്യം, UNDPയുടെ 2020 റിപ്പോർട്ട് അനുസരിച്ച് മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 131ാം സ്ഥാനമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 131. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സമത്വത്തിനുള്ള അവകാശം എന്ന മൗലിക അവകാശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ആശയങ്ങളിൽ പെടാത്തത് ഏത്? 1 മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം, ജാതി, മതം, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കൽ, സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം കൊണ്ടുവരിക, അതേപോലെ തന്നെ അത്രയും അവസര സമത്വം ഉറപ്പാക്കൽ. ഈ 4 കൊടുത്തിരിക്കുന്നത്. ആശയങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1 മാത്രമാണ് കേട്ടോ. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, കേരള കൃഷി വകുപ്പിൻ്റെ സേവനങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ കർഷകർക്ക് എത്തിക്കാനായി ആവിഷ്കരിച്ച പദ്ധതിയായ എയിംസിൻ്റെ പൂർണ്ണരൂപം എന്താണ്? അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. എന്താണ് അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം? അഗ്രികൾച്ചറൽ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 22ാമത്തെ ചോദ്യം, കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1993 ഡിസംബർ 3 നിലവിൽ വന്നു. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 243 പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത്. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കമ്മീഷൻ്റെ ചുമതലയാണ്. പഞ്ചായത്ത്, നിയമസഭാ മണ്ഡലം, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി എന്നിവയുടെ അതിർത്തി നിർണ്ണയം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ്റെ ചുമതലയാണ്. ഇത് 4ാമത്തെ ഓപ്ഷൻ എന്തല്ല ശരിയല്ല. ബാക്കി 1, 2, 3 എന്താണ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 23ാമത്തെ ചോദ്യമാണ്, കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏവ? 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം സ്ഥാപിച്ചു. സുരക്ഷായാനം എന്നാണ് ആപ്തവാക്യം. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. 2008 മെയ് 4 കേരളത്തിലെ ആദ്യ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? 4ാമത്തെ. 2008 മെയ് 4 കേരളത്തിലെ ആദ്യ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നുള്ള തെറ്റായ പ്രസ്താവനയാണ്. ഓർത്തിരിക്കുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 24ാമത്തെ ചോദ്യമാണ്, കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള മന്ദഹാസം പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമാണ്? കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് എന്ന് പറഞ്ഞാൽ മന്ദഹാസം പദ്ധതി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 25 കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2008 ഓഗസ്റ്റ് 11. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. 26ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ നിലവിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര്? വി ശിവൻകുട്ടി കേട്ടോ. വി ശിവൻകുട്ടി. ഓപ്ഷൻ സി ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, 15ാം കേരള നിയമസഭയിലെ വനിതാ MLA മാർ എത്രയാണ്? 11 ആണ് കേട്ടോ. 11. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം
മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തു. 1977 ജനുവരി 3 മുതൽ പ്രാബല്യം വന്നു. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. ഇതിൽ 4ാമത്തെ തെറ്റാണ്. കാരണം 11 മൗലിക കർത്തവ്യങ്ങളുണ്ട്. 1, 2, 3 ശരി കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഇനി 29ാമത്തെ ചോദ്യം. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 58 കേട്ടോ. ആർട്ടിക്കിൾ 58 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം. ദാദ്ര നാഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ നിലവിലെ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? പ്രഫുൽ പട്ടേൽ കേട്ടോ. പ്രഫുൽ പട്ടേലാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ 3 പേർ അടങ്ങുന്ന സമിതിയാണ്. രാഷ്ട്രപതിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ, ലോകസഭ, സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇതിൽ 3ാമത്തെ തെറ്റാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം ഇല്ല കേട്ടോ. കമ്മീഷൻ ഇല്ല കേട്ടോ. അവർ നമ്മുടെ ബാക്കിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് ആ ഇലക്ഷൻ സമയമാകുമ്പോൾ ഇവർ തിരഞ്ഞെടുത്ത് എടുക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ബി 3 മാത്രമാണ് കേട്ടോ തെറ്റായ പ്രസ്താവന. 32ാമത്തെ ചോദ്യം. പ്രധാനമന്ത്രി ഉൾപ്പെടെ കേന്ദ്രമന്ത്രിസഭയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം ലോകസഭാ മെമ്പർമാരുടെ 15% നിജപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91ാം ഭരണഘടനാ ഭേദഗതി കേട്ടോ. 91ാം ഭരണഘടനാ ഭേദഗതിയാണ്. 91ാം ഭേദഗതി. 33ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് യൂണിയൻ ആൻഡ് കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എ. സ്റ്റേറ്റ് ലിസ്റ്റ് 97 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റ് 66 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റ് 47 വിഷയങ്ങൾ. എത്ര വിഷയങ്ങളുണ്ടെന്നാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്രയുണ്ട്? 66 വിഷയങ്ങൾ, യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങൾ, കൺകറന്റ് ലിസ്റ്റിൽ 47 വിഷയങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 34ാമത്തെ ചോദ്യം. ബി ലിംഫോസൈറ്റുകളെ സംബന്ധിച്ച താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ബി ലിംഫോസൈറ്റുകളെ കുറിച്ചാണ്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ബാക്ടീരിയയെ നശിപ്പിക്കുന്നു, ആൻറ്റിജനുകളെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഏതാണ്? ബി ലിംഫോസൈറ്റുകളെ താഴെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ തിരഞ്ഞെടുക്കാനാണ്. 1ഉം 4ഉം തെറ്റാണ്. വൈറസ് ബാധിച്ച കോശങ്ങളെ നശിപ്പിക്കുന്നു, ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്നു. ഇതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞെങ്കിൽ ഇതിനെക്കുറിച്ച് ബി ലിംഫോസൈറ്റുകളെ കുറിച്ച് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 35ാമത്തെ ചോദ്യം. സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശങ്ങളേവ? ഏതൊക്കെയാണ്? 1. കോർണിയ വരൾച്ച തടയുന്നതിനും അതേപോലെ തന്നെ നിശാന്തത തടയുന്നതിനുമാണ്. 1ഉം 4ഉമാണ് ശരി കേട്ടോ. സർക്കാരിൻ്റെ രോഗപ്രതിരോധവൽക്കരണ പ്രക്രിയയിൽ ജീവകം എ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്താണ്? കോർണിയ വരൾച്ച തടയുന്നതിനും അതേപോലെ നിശാന്തത തടയുന്നതിനും വേണ്ടിയാണ്. 1ഉം 4ഉമാണ് കേട്ടോ. 36ാം ചോദ്യം. പ്രമുഖ പ്രകൃതി ശാസ്ത്രജ്ഞനായ ജോൺ റേയുടെ സംഭാവനകളിൽ ശരിയായത് ഏതെല്ലാം? ഏതൊക്കെയാണ്? ഒന്ന് ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്ന് തരംതിരിച്ചു. സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ച് ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി. 2ഉം 3ഉമാണ് ശരി കേട്ടോ. 2 സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. 18,000-ലധികം സസ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ ഹിസ്റ്റോറിയ പ്ലാന്റേറം എന്ന പുസ്തകം പുറത്തിറക്കി. ഇത് 2ഉമാണ് ശരി കേട്ടോ. ഓപ്ഷൻ ബി. ചിക്കൻ പോക്സ് പകർത്തുന്ന സൂക്ഷ്മാണു വാരിസെല്ല വൈറസാണ് കേട്ടോ. ചിക്കൻ പോക്സ് വാരിസെല്ല വൈറസാണ്. താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക്സ് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേത്? താഴെ പറയുന്ന അസുഖങ്ങളിൽ സൂണോറ്റിക്സ് വിഭാഗത്തിൽപ്പെടുന്ന അസുഖമേതെന്നാണ്? എലിപ്പനിയാണ് കേട്ടോ ആൻസർ. എലിപ്പനി. ഓപ്ഷൻ സി ആണ്. ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? 120/80 mmHg ആണ് കേട്ടോ. 120/80 mmHg ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ദേശീയ ആരോഗ്യ ദൗത്യം നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത് ഏത് വർഷമാണ്? 2013 കേട്ടോ. ദേശീയ ആരോഗ്യ ദൗത്യം ആരംഭിച്ചതെന്നാണ് 2013.
ക്രഷിംഗ് ദ കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആണ് കൊറോണ. ക്രഷിംഗ് ദി കർവ് താഴെ പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊറോണ വൈറസ്. 42ാമത്തെ ചോദ്യമാണ്, വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിന് അടിയിലേക്ക് താഴുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നു. ഇത് താഴെ തന്നിരിക്കുന്ന ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോയിൽസ് നിയമമാണ് കേട്ടോ. ഓപ്ഷൻ ബി ബോയിൽസ് നിയമം. 43 താഴെ പറയുന്നവയിൽ ലോഹങ്ങളുടെ സവിശേഷത അല്ലാത്തത് ഏത്? ലോഹങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ലോഹങ്ങൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. ലോഹങ്ങളുടെ അയോണീകരണ ഊർജ്ജം കുറവാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഒന്ന് മാത്രം കേട്ടോ. സവിശേഷത അല്ലാത്തതാണ് ലോഹങ്ങൾക്ക് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണെന്നുള്ളത് ലോഹത്തിൻ്റെ സവിശേഷതയല്ല, അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ. 44 യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. തീവ്രമായ പ്രകാശം കടത്തിവിടുമ്പോൾ പ്രകാശപാത കാണാൻ കഴിയുന്നു. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല. അനക്കാതെ വയ്ക്കുമ്പോൾ കണികകൾ അടിയുന്നു. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയും. ഏതാണ് ആൻസർ? യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ്. ഫിൽറ്റർ പേപ്പർ ഉപയോഗിച്ച് കണികകളെ അരിച്ചു മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് യഥാർത്ഥ ലായനിയുമായി ബന്ധപ്പെട്ട ആ പ്രസ്താവന കേട്ടോ. 45ാമത്തെ ചോദ്യം, ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ഏതാണ്? ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ്. ജാൻ ടെല്ലർ മെറ്റലാണ് കേട്ടോ. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥയാണ് ജാൻ ടെല്ലർ മെറ്റൽ കേട്ടോ. 46 ലോകത്തിലെ 3ാമത്തെ വലിയ വജ്ര ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ബോട്സ്വാന കേട്ടോ. ലോകത്തിലെ 3ാമത്തെ വലിയ വജ്ര ഖനനം ചെയ്തെടുത്തത് എവിടെ നിന്നാണ്? ബോട്സ്വാനയിൽ നിന്നാണ്. ബോട്സ്വാന. അടുത്തത്, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരം 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്രയാണ്? 24 സെൻറ്റിമീറ്റർ എന്നാണ് കേട്ടോ. 24 സെൻറ്റിമീറ്റർ. ഒരു വസ്തുവിനെ ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിണ്ഡവും ഭാരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. പിണ്ഡം മാറുന്നില്ല, ഭാരം കുറയുന്നു. എവിടെ നിന്നാണ്? ധ്രുവപ്രദേശത്ത് നിന്നും ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് പോകുമ്പോൾ പിണ്ഡത്തിന് മാറ്റമുണ്ടാകില്ല, ഭാരം എന്ത് ചെയ്യുന്നു? കുറയുന്നു. 49ാമത്തെ ചോദ്യം, പ്രസ്താവന ചലിക്കുന്ന യന്ത്രഭാഗങ്ങളുടെ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടി ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നു. കാരണം ഉരുളൽ കർഷണ നിരങ്ങൾ കർഷണത്തേക്കാൾ കുറവാണ്. ഇതാണ് കൊടുത്തേക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. എസ്സും ആറും ശരിയാണ്. ഈ പ്രസ്താവനയും കാരണവും ശരിയാണ്. എസ്സിന് ഉള്ള ശരിയായ വിശദീകരണമാണ് ആറെന്ന് പറഞ്ഞാൽ. ആ പ്രസ്താവനയ്ക്കുള്ള ശരിയായ വിശദീകരണമാണ് ആറെന്നുള്ളത്. അതാണ് ആൻസർ കേട്ടോ. 50ാമത്തെ ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഓപ്ഷൻ ഡി കേട്ടോ, ഗഗൻയാൻ. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-10. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹമായ EOS-3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം ഏതാണ്? ഓപ്ഷൻ എ GSLV F-10. 52 ഗദ്ദിക എന്ന പ്രശസ്ത ആദിവാസി കലയെ പരിപോഷിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? PK കാളൻ. ഗദ്ദിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് PK കാളനെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. 53ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സിനിമയാണ് G അരവിന്ദൻ സംവിധാനം ചെയ്തത്? ഉത്തരായനം, എലിപ്പത്തായം, കാഞ്ചന സീത, തമ്പ്. ചെയ്യാത്തതെന്നാണ് കേട്ടോ. താഴെ ചെയ്യാത്തത് എലിപ്പത്തായമാരുടെയാണ്? എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തതാണ്. അതാണ് അല്ലാത്ത കേട്ടോ. ബാക്കിയെല്ലാം G അരവിന്ദൻ്റെയാണ്. എല്ലാം അല്ല, G അരവിന്ദൻ സംവിധാനം ചെയ്തത് കേട്ടോ. ബാക്കിയെല്ലാം G അരവിന്ദൻ്റെയാണ്. 54ാമത്തെ ചോദ്യം, 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരനാണ് ലിയാൻഡർ പേസ്. ഓപ്ഷൻ ഡി കേട്ടോ. 1990 വിംബിൾഡൺ ജൂനിയർ ചാമ്പ്യനായ ഇന്ത്യൻ ടെന്നീസ് കളിക്കാരനാണ്? ലിയാൻഡർ പേസ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ ഉൾപ്പെടാത്തത്? വിഡ്ഢിയുടെ സ്വർഗം, ഭൂമിയുടെ അവകാശികൾ, ഓർമ്മക്കുറിപ്പ്, ഏകാന്ത പഥികൻ. ഏതാണ്? ഏകാന്ത പഥികനാണ് കേട്ടോ ആൻസർ.
താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കൃതിയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചെറുകഥകളിൽ പെടാത്തത്? ഏകാന്ത പഥികൻ കേട്ടോ, ഏകാന്ത പഥികൻ. 56ാമത്തെ ചോദ്യം. 1998 ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടനാരാണ്? അജയ് ദേവ്ഗൺ കേട്ടോ, അജയ് ദേവ്ഗൺ. 1998 മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ടത് അജയ് ദേവ്ഗൺ. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇത് അന്നത്തെ കറണ്ട് അഫയർ ആണോ? 3ാം സ്ഥാനമായിരുന്നു കേട്ടോ, 3ാം സ്ഥാനം. 58ാമത്തെ ചോദ്യം. 2020 ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണ്ണം നേടിയ ബ്രസീലിന് വേണ്ടി ഗോൾ നേടിയ കളിക്കാരനായിരുന്നാണ്? ഓപ്ഷൻ ഡി മാൽക്കമാണ്. ഇതൊക്കെ ആ സമയത്തെ 2021 ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേട്ടോ. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോക്കോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഗേറ്റ് വേ കേട്ടോ. താഴെ പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ പ്രോട്ടോക്കോൾ പരിവർത്തനത്തിന് കഴിവുള്ളത് ആർക്കാണ്? ഗേറ്റ് വേക്കാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 60ാമത്തെ ചോദ്യം. ഒറിജിനൽ വെബ്സൈറ്റ് ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് വ്യാജ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് യൂസർ നെയിം, പാസ്വേഡ് എന്നിവ മോഷ്ടിക്കുന്ന രീതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫിഷിംഗ് എന്നാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഫിഷിംഗ്. 61ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സറിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെമ്മറി ഏതാണ്? ക്യാഷ് മെമ്മറി കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ, ക്യാഷ് മെമ്മറി. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിന് കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻ ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനിയാണ് ടെക്ജൻഷ്യ കേട്ടോ, ടെക്ജൻഷ്യ. ഓപ്ഷൻ എ ആണ്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ കീഴിൽ 2020 നടത്തിയ വീഡിയോ കോൺഫറൻസിംഗ് സൊല്യൂഷൻസ് ഡെവലപ്മെൻറ്റ് ചലഞ്ചിലെ വിജയിയായ കമ്പനിയാണ് ടെക്ജൻഷ്യ കേട്ടോ, ടെക്ജൻഷ്യ. 63ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ച GNU ലിനക്സ് സോഫ്റ്റ്വെയറാണ് ബോസ് കേട്ടോ. ഇന്ത്യയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി CDAC വികസിപ്പിച്ചെടുത്ത GNU ലിനക്സ് സോഫ്റ്റ്വെയറാണ് ബോസ്. 64ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരി ഉത്തരം ഏതാണ്? ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. വകുപ്പ് 8, 9 എന്നിവയിൽ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുള്ളതൊഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. 65. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടുള്ളത് ആർക്കാണ്? ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടർക്കുമാണ് കേട്ടോ. ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടർക്കും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗം അതിക്രമ സംരക്ഷണ നിയമം 1989 കേട്ടോ. ഏത് നിയമത്തിലാണ് സാമൂഹിക ബഹിഷ്കരണം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്? പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 കേട്ടോ. സോഷ്യൽ ബോയ്ക്കോട്ട് എന്നാണ് കേട്ടോ. 67. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് തെറ്റായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. നിയമപരമായി വിവാഹിതരായ ഭർത്താവിനെതിരെ മാത്രമേ പരിഹാരങ്ങൾ അവകാശപ്പെടാനാവുകയുള്ളൂ. അതാണ് തെറ്റായ പ്രസ്താവനയാണ് കേട്ടോ. നിയമപരമായി വിവാഹിതനായ ഭർത്താവിനെതിരെ മാത്രമല്ല ലിവിങ് ടുഗദറായിട്ട് നിൽക്കുന്നവർക്കും പരാതി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 68. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്രയാണ്? 18 വയസ്സിൽ താഴെയാണ് കേട്ടോ. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമത്തിൻ്റെ, അതായത് പോക്സോ നിയമത്തിൽ എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്? 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് കേട്ടോ. 69. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് ചോദിച്ചേക്കുന്നത്? മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. യശ്വർദ്ധൻ കുമാർ സിൻഹ കേട്ടോ. അപ്ഡേഷൻ ഉണ്ടാകും, ഇതൊന്ന് നോക്കണം കേട്ടോ. കറണ്ട് അഫെയർ. 70. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയത് ഏത് ഭേദഗതിയിലൂടെയാണ്? 102ാം ഭേദഗതി നിയമം 2018 കേട്ടോ. 102ാം ഭേദഗതി നിയമം 2018 കേട്ടോ. 71 മാത്സിലെ ചോദ്യങ്ങളാണ്. വർഷത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ ഒരാൾ 2000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ തുക 2205 എങ്കിൽ പലിശ എത്രയെന്നാണ്? ഇതിൻ്റെ ആൻസർ 5 ആണ്.
72ൻ്റെ ആൻസർ 32 ചെയ്തു നോക്കുക എല്ലാവരും. 73ൻ്റെ ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്. 74ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 75ൻ്റെ ആൻസറും ഓപ്ഷൻ എ ആണ്. 76 ബി ആണ് ആൻസർ. 77 സി ആണ് ആൻസർ. 78ഉം സി തന്നെയാണ് ആൻസർ. 79ഉം ബി ആണ് ആൻസർ. 80 എ ആണ് ആൻസർ. 81 ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി, ഐ ബോട്ട് എ പെൻ, ദി പെൻ റൈറ്റ്സ് വെൽ, ഓപ്ഷൻ സി ആണ്. 82ഉം സി ആണ്, 82 ബി ആണ് ആൻസർ, ഈസ് ആണ് കേട്ടോ. 83 ഓപ്ഷൻ എ ആണ് ആൻസർ. 84 ഓപ്ഷൻ ബി കേട്ടോ. 85 സി ആണ് ആൻസർ. 86 ബി ആണ്. 87 എ, 88 ഡി, 89 ബി ആണ്. 90 സി ആണ് ആൻസർ. 91 നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേത? നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് എന്നർത്ഥം വരുന്ന പദമേതാണ്? നൈതികമാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ. 92 ധനാശി പാടുക എന്ന ശൈലിയുടെ ശരിയായ പദം ഏത്? അർത്ഥം എന്ത്? ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 93 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക, ഓപ്ഷൻ ബി ആണ്. എനിക്ക് 10 തേങ്ങ വേണം, ഇങ്ങനെയാണ് പറയുക, ഓപ്ഷൻ ബി ആണ് ആൻസർ. 94 ഉന്നമ്രം എന്ന പദം ശരിയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നാണ്? ഓപ്ഷൻ സി ഉത് പ്ലസ് നമ്രം കേട്ടോ. ഉത് പ്ലസ് നമ്രം എന്നാണ് കേട്ടോ, ഉത് പ്ലസ് നമ്രം. 95 താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ആമയുടെ പര്യായമായി വരുന്ന പദമേതാണ്? കച്ചപം. അങ്ങനെ കച്ചപമാണ് കേട്ടോ, കച്ചപം. 96 ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ്. നിങ്ങൾക്ക് ഒരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക, ഓപ്ഷൻ ഡി ആണ് ആൻസർ. 97 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദം ഏതാ? സ്വാമികൾ, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ സി സ്വാമികളാണ് കേട്ടോ. 98 അവരജൻ എന്ന പദത്തിൻ്റെ വിപരീതം ഏത്? അഗ്രജൻ കേട്ടോ, അവരജൻ, അഗ്രജൻ. 99 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതെന്നാണ്? ഉദ്ഗ്രഥിതം, ഓപ്ഷൻ എ ആണ് കേട്ടോ ആൻസർ. ഉദ്ഗ്രഥിതം, അതിന് ശരിയായ ഫോം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എയിൽ കൊടുത്തേക്കുന്നതാണ് ഉദ്ഗ്രഥിതം കേട്ടോ. 100 ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗം ഏത്? ഭ്രാതാവ് കേട്ടോ, ഭ്രാതാവ്, ഭഗിനി കേട്ടോ, ഭ്രാതാവ്, ഭഗിനി കേട്ടോ, ഭ്രാതാവ്, ഭഗിനി. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്